വോച്ചിങ്. അപ്പൊ ഇന്നത്തെ ദിവസം ഒന്നും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കളർഫുൾ ആയിട്ട് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ. അയ്യോ ഡാസ്ലിംഗ് പറഞ്ഞത് എത്ര കറക്റ്റ് ആണല്ലേ. കണ്ണിങ്ങനെ മിന്നി മാഞ്ഞു നിൽക്കുകയാണ്. സോ ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം എവരിവൺ. ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ സ്റ്റാർ മാജിക് പവർഡ് ബൈ ഇന്ദ്രജിത്ത്, co-powered by Pittapalli Agencies, SLBS Mark Lines and Rajakumari Gold and Diamonds. Welcome. ഇനി നമുക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ അറിയാം. എന്തൊക്കെയാട്ടാ പുതിയ വിശേഷങ്ങള്? പുതിയ വീട്ടിലേക്ക് ഇപ്പൊ മാറിയതേ ഉള്ളൂ 2 ദിവസം മുന്നേ. ഓക്കേ. ആ അഡ്രസ്സും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരായിരുന്നു. പഴയ വീട്ടിനടുത്ത് തന്നെയാ. ശരി, എങ്ങനെയാണ് എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റണേ? കാരണം ലൈക്ക് ഒരു സെലിബ്രിറ്റി ഫാമിലി, എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് ബിസിയാണ്. അങ്ങനെ ഒരു എല്ലാരും കൂടെ എപ്പോഴും ഒന്നും കാണാൻ പറ്റാറില്ല. എല്ലാരും ഒരേ ഈ ഒരു തൊഴിൽ നിൽക്കുമ്പോൾ അറിയാലോ. ഇന്ദ്രേട്ടന്റെ കാര്യങ്ങളായിട്ട് ലൈക്ക് പൂർണിമ ചേച്ചി ആണെങ്കിൽ ബൊട്ടീക്, ബാക്കിയുള്ള ഷോസ് കാര്യങ്ങളായിട്ട്. പൂർണിമ ഇപ്പം അഭിനയിക്കുന്നുണ്ട്, ബോംബെയിൽ ഇപ്പൊ 2-3 പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇപ്പം അടുത്ത കാലത്ത് ഇപ്പൊ എംപുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് എന്തോ ദൈവാധീനം പോലെ പൃഥ്വിയും ഞാനും കുറച്ച് നല്ല സമയം ഞങ്ങൾ US കാണുന്നുണ്ട്. സോ അങ്ങനെ വർക്ക് സംബന്ധമായിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ മേ ബി ഒരു 2 മാസം 3 മാസം ചിലപ്പോൾ 6 മാസം വരെ ഒന്നും കാണാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾ എല്ലാം ഓരോരോ സ്ഥലത്താണ്. നിങ്ങളുടെ വീട്ടിലെ ഹോം മിനിസ്റ്റർ അമ്മ ഇപ്പം ഇടയ്ക്ക് എറണാകുളത്ത് വരും, ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് പോകും. ഈ 2 സ്ഥലങ്ങളിലായിട്ടാണ് അമ്മ കൂടുതലും വർക്ക് കോൺസെൻട്രേറ്റ് പറയാറുണ്ടോ അമ്മ? ഞാൻ ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്, അച്ഛന്റെ ഓർമ്മ ദിവസം എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യണം, അന്ന് എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ എപ്പോഴും വെച്ചിട്ടുള്ള റൂള്? അങ്ങനെ ഒരു റൂൾ ഇല്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ അമ്മ വെച്ചിട്ടുള്ളൂ. കാരണം അമ്മയും ഇതേ ഫീൽഡിൽ തന്നെയാണല്ലോ, അമ്മയ്ക്കും അറിയാം. സൂസുവിന്റെ കൂടെയാണല്ലോ ഇപ്പൊ. അതെ, ഇപ്പൊ ഞാൻ എല്ലാ വർഷവും ഇപ്പൊ അച്ഛന്റെ ആണ്ടുബലിയായിരുന്നു ഇപ്പോൾ 2 ദിവസം മുന്നേ. എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ബലിയിടുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഗുജറാത്തിൽ പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, എംപുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പൃഥ്വിക്ക് കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും അത് പറ്റാറില്ല. മല്ലികാമ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് അമ്മയെ പറ്റി പറയാം? അമ്മ ശരിക്കും ഞങ്ങളെ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വളർച്ചയ്ക്കും ആസ് ഇൻഡിവിജ്വൽസ്, ആസ് പ്രൊഫഷണൽസ് എല്ലാ രീതിയിലും ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യക്തി അമ്മയാണ്. കാരണം അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പൃഥ്വി അപ്പോൾ 9th കഴിഞ്ഞ് 10th കയറാൻ നിൽക്കുകയായിരുന്നു. അമ്മ അപ്പോൾ ഹൗസ് വൈഫായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നാണ് ശരിക്കും ഞങ്ങളെ 2 പേരെയും അമ്മ വളർത്തി കൊണ്ടുവന്നത്. ശരിക്കും പിന്നീടാണ് അമ്മ വർക്ക് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. കാരണം അച്ഛനായിട്ട് കല്യാണം കഴിച്ച് പിന്നെ അമ്മ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഒരു ഹൗസ് വൈഫായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും അമ്മ ജോലി ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ പ്രയോറിറ്റിയായി മുന്നിൽ നിർത്തി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരികയും ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മമാർ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഒരു കാരണക്കാരി എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ കാണുന്നില്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കും. പൃഥ്വി ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല, ഇടയ്ക്ക് വിളിക്കും എന്നെ. ചർച്ചയുണ്ട് ഇടയ്ക്ക്, പടത്തിന്റെ ഒരു ചെറിയ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക്. ശരി, പേരദോഷം ഉണ്ടാകാം. ചേട്ടനായിട്ട് പാഷനേറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ വന്നാണോ അതോ ലൈക്ക് അമ്മ എങ്ങനെയായിരുന്നു അത്? ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി. ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഞാൻ എഞ്ചിനീയറാണ്. അപ്പോൾ അവിടെ ഒരു 1 year വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ആദ്യം അമ്മ എന്താ വിട്ടെ? അമ്മ ഹാപ്പി ആയിരുന്നു. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്കകത്തുള്ളൊരു സാധനമാണല്ലോ. കാരണം നമ്മൾ സിനിമയോടൊപ്പം വളർന്ന ആൾക്കാരാണ് ഞാനും പൃഥ്വിരാജും. അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിൽ പോവുക, പലരെയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യം വന്നപ്പോൾ ഒരു ഭയങ്കര പുതുമയൊന്നും ഇല്ലായിരുന്നു. കാരണം ആർട്ടിസ്റ്റുകളൊക്കെ നേരത്തെ പരിചയമുണ്ട്. ഇന്ന് വരെ അമ്മോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മള് പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും അത് ആലോചിച്ചിട്ട് ഞാൻ എന്നാലും ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു കാര്യം ഇല്ല. അത്രയും വലിയൊരു കള്ളമൊന്നും ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. റിപ്പീറ്റഡ്ലി ഫോൺ കോൾ വരുമ്പോൾ അമ്മ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താ? എപ്പോഴും സ്റ്റിൽ എപ്പോഴും വിളിക്കുമ്പോ പറയുന്നതാടാ നിന്നെ ഒന്നും കാണാനില്ലല്ലോ ഇങ്ങോട്ടെന്ന് പറയും. 2 വലിയ താരങ്ങളായി, 2 ഇങ്ങോട്ട് കാണുന്നില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താടാ നിങ്ങളെ ഒന്നും കാണാൻ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന അമ്മ ഒന്ന് കണ്ണടയ്ക്കൂ പ്ലീസ്. ഒരു വിഷ്വൽ നമ്മളിത് ആ ചേട്ടന് വേണ്ടിട്ട് കണ്ണടയ്ക്കുന്ന ഞാനിവിടെ LED പറഞ്ഞിട്ട് ഞാൻ തുറക്കത്തുള്ളേ. അമ്മ എന്താ പറയാറ്? അമ്മ എന്താ വിളിച്ചിട്ട് പറയാറ്? നിന്നെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മ ചേട്ടനൊരു ബൈറ്റ് അയച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ബൈറ്റ്. ഞാൻ പറയാം, അത് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. ചേട്ടന്റെ കൺമുന്നിൽ എന്നതാ കണ്ണൊന്ന് പൊത്തുവാണ്. ആരാ പൊത്തിയിരിക്കണേ?
ഭയങ്കര സർപ്രൈസ് ആണ്. മല്ലികാമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്താടാ മോനെ വല്ലപ്പോഴൊക്കെ അമ്മയൊന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് വാ എന്ന് പറയാറുണ്ടല്ലോ. ഇത് നിങ്ങളുടെ വീടായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാ. അല്ല, തീർച്ചയായിട്ടും. എന്താ വെച്ചാലേ എന്റെ മൂത്ത മോനാണ്, എന്റെ ആദ്യത്തെ മോനാണ്. അപ്പൊ ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നെ സുഖമായിട്ട് ഞങ്ങൾ ഉറക്കി തരും. ഞങ്ങള് വാക്ക് പാലിച്ചിട്ടുണ്ട്, അങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? ഇത് പറയാൻ ഞാൻ ആവപ്പാടെ അന്തം വിട്ടു. ചേച്ചി എന്ന് പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണെന്നൊക്കെ. ഞാൻ അതിലും അന്തം വിട്ടുപോയി. ശരിക്കും ഇതെന്താന്നറിയോ, ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചു. ഇവര് വീട്ടിലുള്ള കാര്യങ്ങള് ഫ്ലവേഴ്സ് ടീം ഇത് കംപ്ലീറ്റ്ലി അത്രയും പേഴ്സണൽ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത്. മല്ലിക ചേച്ചിയെ മല്ലികാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് പറഞ്ഞു. ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ദ്രേട്ടനാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു. ഇവർക്ക് തമ്മിൽ സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ എന്തായിരുന്നു ഒരുപാട് ഭയങ്കര ഡയലോഗ്സ് ഒന്നും കാണാനില്ലല്ലോടാന്ന് പറയും. എന്തൊക്കെ പരാതി പരിഭവം. 2 ദിവസം കഴിയുമ്പോ ഞാൻ പറയും, ഞാൻ ഈ കൊച്ചിയിലുണ്ടല്ലോ, നിനക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് കണ്ടൂടെ മോനെ ഞാൻ ചോദിക്കും. അതൊക്കെ സത്യം തന്നെയാ. പിന്നെ ശരിക്കും പറഞ്ഞ അമ്മ എന്നുള്ള രീതിയിൽ അതിലേറെ പ്രൗഡുമാണ്. കാരണം എല്ലാ മക്കളും അല്ലേ അത്രയും സൂപ്പർ ടാലന്റഡ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനെയാണ് കുറെ കൂടെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ദോഹയിലൊക്കെ പോകുമ്പോൾ ഇന്ദ്രനാണ് ഭയങ്കരമായിട്ട്, അയ്യോ ചേച്ചിയുടെ മൂത്തം എന്ത് ഭയങ്കര, കാരണം മറ്റവനധികം സംസാരിക്കില്ലല്ലോ. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഇതാണ്. മല്ലികാമ്മയുടെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഇന്ദ്രേട്ടന് കിട്ടിയിട്ടുള്ളത്? ഞാൻ ആക്ച്വലി കൂടുതലും അമ്മയെ പോലെയാണ്. ശരിയാ, എല്ലാവരും പറയാതെ. മല്ലി ചേച്ചി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചാൽ അന്വേഷിക്കുന്നതും പറയുന്നതും ഒക്കെ ഇന്ദ്രനാണ് എന്ന് പറയാറ്. മറ്റദ്ദേഹം പറയും, പക്ഷെ ഇന്ദ്രൻ അടുത്ത് വേണം. എന്നെ ഉപേക്ഷിച്ച് കൊണ്ടത്തില്ല. ഇവര് തമ്മിൽ വലിയ ഗുലാനാ. അയ്യോ, ഇവര് തമ്മിൽ ഗുലാമാനാണോ? അങ്ങനെയല്ല, ഞങ്ങൾ വല്ലപ്പോഴും കാണുന്നെങ്കിലും വി ടേക്ക് ഇറ്റ് അപ്പ് ഫ്രം വേർ വി ലെഫ്റ്റ്. അതൊരു ചേട്ടാനിയല്ല, ഒരു സുഹൃത്തുക്കളെ പോലെ രണ്ടുപേരും. പണ്ട് ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 2 ആൺകുട്ടികളെയും മേയ്ക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? കൊച്ചിലെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതാ ആരോഗ്യം ഇപ്പൊ നേരത്തെ കുറഞ്ഞു തുടങ്ങിയത്. എത്ര ദിവസം വരെ വെയിറ്റ് ചെയ്യും? അല്ല, വർക്കിനാണെന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണേലും ഞാൻ പറയാൻ. അത് അവിടെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഇപ്പൊ ഇവർ 2 പേരും കൂടെ അമേരിക്കയിലായിരുന്നു. അപ്പൊ എനിക്കുള്ളിലൊരു ചെറിയ സങ്കടം, ഞാനിവിടെ പോകേണ്ടതായിരുന്നു തോന്നി. എന്നാലും ജോലിയല്ലേ, അപ്പൊ അത് കാരണം മക്കളില്ലെങ്കിൽ എന്താ, തങ്കക്കുടം പോലത്തെ മരുമക്കളെയല്ലേ കിട്ടിയിട്ടുള്ളത്. 2 പേരും കുട കഴിഞ്ഞ് വീട്ടിലോട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. ഞാൻ പോയി എടുത്തല്ല കേട്ടോ. ഇന്ന മകം പാടുപെടും. ശരി, ഇനി പേരക്കുട്ടികളെ പറ്റി പറയുമ്പോ അയ്യോ, എന്നെ ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടി ഇന്ദ്രന്റെ 2ാമത്തെ മോള് നക്ഷത്ര. അവളെ അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയും അലങ്കൃതയൊക്കെ ഉണ്ടെങ്കിലും കൊച്ചിലെ മുതലത് നച്ചുവിനാണ്. എനിക്കും അതെ. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ അലങ്കൃതയ്ക്കും അറിഞ്ഞു തുടങ്ങി. മറ്റേ കുഞ്ഞായിരുന്നല്ലോ. നച്ചു കൊച്ചിലെ ഒരു 3 വയസ്സുള്ളപ്പോ തൊട്ടേ പാട്ട് പാടിക്കും, കഥ പറയിപ്പിക്കും, എല്ലാം ഉണ്ടായിരുന്നു. പണ്ട് ഇടയ്ക്ക് കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ചാഞ്ചാടി ആടി ആ പാട്ടൊക്കെ പാടി ഞാൻ ഒരുപാട് ഉറക്കിയിട്ടുണ്ട് അവളെ. എന്തായാലും നേരത്തെ തന്ന ട്രിബ്യൂട്ടൊക്കെ വെറും തമാശകളിയായിരുന്നു. ഇതാണ് ശരിക്കുള്ള നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്തു നിന്നുള്ള സർപ്രൈസ്. നമ്മുടെ ഇന്ദ്രേട്ടൻ ആൻഡ് മല്ലികാമ്മ കഴിഞ്ഞവണ വന്നതിനേക്കാൾ ഒരു ഡബിൾ ഹാപ്പിനെസ് ആ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. ഓരേ കണ്ടപ്പോലെ എനിക്കൊരു ചേട്ടാ, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സുരാജേട്ടന്റെ അടുത്തൊക്കെ ട്രെയിനിങ് എടുത്തിട്ടേ സുകുമാരൻ സാറിന്റെ ശബ്ദം ഞാൻ കിടുങ്ങിപ്പോയി രാത്രി 1 മണിക്ക്. ശരിക്കും പറഞ്ഞാൽ സുവർണ അല്ലാന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് ആരാ ഇത്? ഓഹോ, എൻ്റെ ശബ്ദം പോലെ നീ മറന്നുപോയി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കിടുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ വിളി. അപ്പം ഞാൻ വെച്ചു, മോനെ ഇതെന്താ? അമ്മ അതേ സ്വരാജ് ചേട്ടൻ അന്ന് രാത്രിയിൽ അടുപ്പിച്ച്. പകലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടു. ഇത് ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റാ ഞാൻ ഫോൺ എടുക്കുന്നത്. അപ്പം ഞെട്ടിപ്പോയി സത്യത്തിൽ. അച്ഛൻ്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എന്നാലും 2 വാക്ക് അത്ര മതി, ആഗ്രഹം കൊണ്ടാ. മല്ലി, നീ വന്ന കാര്യം എന്നോടൊന്ന് പറയണ്ടേ? ഞാൻ എങ്ങനെ അറിയാനാ? ഓ
ഇവിടെ മല്ലികമണി അങ്ങോട്ട് ബ്ലഷ് ചെയ്തോണ്ടിരിക്കുക. അതെ എന്നെ സുഖമായിട്ടാന്നൊക്കെ. ഓ ഇത് വലിയ ഭാഗ്യാണ്. അല്ല അതെ വേറെ സംഭവം ആക്ഷൻ അത് ഭയങ്കരമായി പോയി. ആണോ? കൈയെടുക്കുന്നത് ആ കൈയെടുത്തല്ലേ ഭയങ്കര റൊമാൻറ്റിക്. തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ചുമ്മാ അച്ഛാ അത്ര റൊമാൻറ്റിക് ഒന്നും അങ്ങനല്ല. ഭയങ്കര റൊമാൻറ്റിക് ആണോന്ന് ചോദിച്ചാൽ ഇപ്പൊ റൊമാൻസ് ഞങ്ങൾ കാണാത്താണോ എന്തോ. അല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ കൂട്ട് നമ്മൾ ഈ പുറത്ത് വലിയ കാണിക്കലൊന്നുമില്ല. അതാണ് നിങ്ങൾ കാണാത്തത്. അതാണ് മക്കൾ കാണാത്തത്. ഉമ്മ വയ്ക്കലും ബർത്ത്ഡേ ഹാപ്പി അതൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഭർത്താക്കന്മാർ വിരളമാണെന്നേ ഞാൻ പറയും. ഇതിൽ കൂടുതൽ ഒരു ഭർത്താവിന് എന്ത് സർട്ടിഫിക്കറ്റ് വേണം? ഇന്ദ്രേട്ടന്റെ ഏത് സിനിമ കണ്ടപ്പോഴാണ് കെട്ടിപ്പിടിച്ചിട്ടും മതിയാവാണ്ടിരുന്നത്? അല്ല ഇന്ദ്രന്റെ ഒരുപാട് പടങ്ങളുണ്ട്. ഇന്ദ്രൻ കോമഡിയും ചെയ്യും സീരിയസും ചെയ്യുമല്ലോ. അപ്പൊ ആദ്യം ഞാൻ അറിയാതെ എന്റെ മോനാണെന്ന് ഓർക്കാതെ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചതില്ല. ക്ലാസ്മേറ്റ്സിൽ പടി കയറി പോകുന്ന ഒരു രംഗമില്ലേ? പറഞ്ഞതേ ഉള്ളൂ നേരത്തെ. എത്ര പെൺപിള്ളേര് ചവിട്ടിയ പടിയാന്നൊക്കെ പറഞ്ഞുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഈ രാജേഷ് പിള്ളയുടെ ഒക്കെ പടം കണ്ടപ്പോൾ തണുത്ത വെളുപ്പാങ്കാലത്ത് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് എനിക്ക് ലെഫ്റ്റ് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഈ അടുത്ത കാലത്ത് അത് തന്നെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ദോഹയിലപ്പോഴും അപ്പം എൻ്റെ ചേച്ചി എന്തൊരു പെർഫോമൻസ്. ഇന്ദ്രൻ എയർപോർട്ടിൽ ഇന്ദ്രൻ ഭാര്യയെ യാത്ര അയക്കുന്ന ഒരു സീൻ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ആദ്യം പോയി കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കും TV തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നുകയും ചെയ്തു ഈശ്വര ഇത്രയും നല്ല റോളുകൾ മോന് കിട്ടുന്നില്ല. അപ്പം മോൻ ഇതെല്ലാം ചെയ്തതുകൊണ്ട് ഒരു പടം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ അസാധ്യമായിട്ട്. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് എല്ലാവരും പറയുന്നുണ്ട് ഇന്ദ്രൻ്റെ എന്തൊരു വെറൈറ്റി റോൾസാണ് വരുന്നത്, ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. സൈനിക് സ്കൂളിലാണ് പഠിച്ചത്, അറിയാം. അതിൽ കുറച്ച് കുറ്റബോധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വേന്ദ്രത്തരങ്ങളൊക്കെ ഒപ്പിക്കണ സമയത്തെ പൂർണ്ണിമ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും അത്യാവശ്യം എല്ലാം അതോ ഹിന്ദി തന്നിരുന്നോ? അല്ല ആ ഹിന്ദൊക്കെ തന്നത് വേറെ രീതിയിലായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ രീതി? അതാണ് അത് ഞാൻ ഈ പൊരുത്തം പെയ്തൊഴിയാതെ സീരിയലാണ്. അപ്പൊ രാജീവ് എന്നെ വിളിക്കുന്നത് ചേച്ചി ഇതൊരു ഭയങ്കര ബ്രേക്കാണ്. ജയഭാരതി അതെനിക്കൊരു ബ്രേക്കായിരുന്നു. തിലകൻ ചേട്ടൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയും കൂടെ അതിൽ അഭിനയിക്കണം, എനിക്കറിയാം ചേച്ചി എന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ചു എല്ലാം ഞങ്ങളുടെ കൂടെ സിനിമയിലുണ്ടാവില്ല, നല്ല രസമായിരിക്കും, ഒരു സമയം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ പോയി വന്ന മോനെ ഇതുപോലെ എൻജിനീയറിങ്ങിന് പഠിക്കുക, എന്നെ കൊണ്ടുവിടും, വിളിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ കാറ് അപ്പം വളരെ മുമ്പേ ഡ്രൈവിംഗ് പഠിച്ചു കൊച്ചിലെ. ഇങ്ങോട്ടാ ചേട്ടൻ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവിടാൻ അപ്പോൾ അത് KK രാജു ഈയിടയ്ക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ വന്നു ഒരു ദിവസം ഒരു അരപ്പാട്ട് പാടി, പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു പാട്ട് പാടി. കൊണ്ടുവിടാനും വരുമ്പോ ഷോട്ട് വന്ന് ഒരു ചെറിയ സീനുകളുണ്ടെന്നൊക്കെ പറയല്ലോ. പിന്നെ പാട്ട് 1 ആയി 2 ആയി, വരവ് നേരത്തെ ആയി, പാട്ടായി, പിന്നെ പോവാതെയായി, ഒരു ഗാനമേളയായി. അതെ അതിന് KK രാജു പറഞ്ഞ് അവസാനിപ്പിച്ച അവസാനം പെയ്തൊഴിയാതെ ചേച്ചിയുടെ കൂടെ തന്നെ പൂർണ്ണമേ അങ്ങ് പോയത്. അപ്പൊ ഇത് ചേച്ചിക്ക് ഓൾറെഡി ഒരു ഡൗട്ട് തോന്നിയിരുന്നോ? ലൈക്ക് പിന്നെ തോന്നാതിരിക്കുവോ? അപ്പൊ പറഞ്ഞപ്പോ ആദ്യമൊക്കെ ഒരു നല്ല കുട്ടി, അപ്പൊ നല്ല കുട്ടി പൂർണ്ണിമ അന്ന് സ്മാർട്ടാണല്ലോ ആള്. അപ്പൊ സംസാരിച്ചൊക്കെ അപ്പൊ ആദ്യം പെട്ടെന്നൊരു പൂർണ്ണിമയുടെ അവിടെ നിന്നൊക്കെ കല്യാണം, അല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മതി കല്യാണം, അതിന് മുമ്പേ കെട്ടി. ഇതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ലേ. ഇല്ല അതല്ല, എന്നാലും അവരുടെ ഇടയിലൊക്കെ 19 വയസ്സിലൊക്കെ കുട്ടികളെ കെട്ടിച്ചയക്കും നേരത്തെ പൂർണ്ണിമയുടെ നാട്ടിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് കഴിഞ്ഞിട്ടാട്ടെ. അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ കല്യാണമായി, പിന്നെ അങ്ങ് പോയി. നേരത്തെ 24 വയസ്സിൽ കല്യാണം കഴിച്ചില്ലേ? ഞാൻ 22 വയസ്സിൽ 22 വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ നേരത്തെ കല്യാണം കഴിക്കാൻ പോകുന്നവരോട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നവരോട് പറയാനുള്ള ഉപദേശം എന്താ? വളരെ നേരത്തെ തന്നെ നമ്മുടെ റിട്ടയർഡ് ലൈഫ് നമുക്ക് ആഘോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് 45 വയസ്സാവുന്നു ഈ വർഷം, 44 കഴിഞ്ഞു. അപ്പോ ശരിക്കും ഇപ്പൊ എൻ്റെ രണ്ടാമത്തെ ആൾ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കോളേജിലായി, അവൾ 10th ലാണ്. സൂപ്പർ കൂൾ ഒരു യോയോ ഡാഡി ആയിട്ട് അതാണ് നമുക്ക് കുറെ കൂടെ നമ്മുടെ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടാൻ പറ്റും. നല്ല കുറെ കോൺവെർസേഷൻസ് അവരായിട്ട് നടത്താൻ പറ്റും. ഇപ്പൊ ഞാനും പാത്തുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് കോൺവേഴ്സ് ചെയ്യാറുണ്ട് ഇവരായിട്ടൊക്കെ. അതാ ഞാൻ പറഞ്ഞത് കുറച്ച് യങ് ആയതിന്റെ ഗുണങ്ങളാണത്. അജൂബ് ഷോ എത്ര വയസ്സായി? 47. കല്യാണം കഴിക്കണ്ടേ?
അനുക്കുട്ടി അനുമോളെ ഓർമ്മയില്ലല്ലോ അല്ലേ? ആ ശരി, ഞാൻ വന്നോടനെ കൈ കാണിച്ചു. ചേച്ചിയുടെ കഞ്ഞൂടി മുട്ടച്ച മുതലായിരിക്കണേ. സീരിയലിന്റെ പേര് വേറെ എന്തോ ആയിരുന്നു, ഇവള് വന്നേ പിന്നെ ഷൂ നാക്കിയത്. ആ പേര് പോലെ തന്നെ ഷൂ ആയി പോയിന്ന്. മരുമകൾ വന്നതിന് ശേഷം ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്നേ? അല്ല, മരുമക്കള് രണ്ടുപേരും വന്നതിന് ശേഷം അനുശേഷിയാണല്ലോ പൂർണിമ. അതെ അതെ. പൂർണിമ ഒരു കുടുംബം നോക്കാൻ മിടുമിടിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയാം, എങ്ങനെയാണോ എന്തോ, കാരണം നല്ല ഉത്സാഹത്തിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവാണ്. ദോഷം പറയുന്നത് അവൻ്റെ പൊടി പോലും ആ വീട്ടിൽ കാണാനില്ല. മക്കളെ പഠിപ്പിക്കും, രണ്ടുപേരും നല്ല A+ അതും ഇതൊക്കെ വെച്ചാൽ അതൊരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ പ്രാണെന്നും പറഞ്ഞൊരു ബൊട്ടിക്ക്, ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ ട്യൂഷൻ. അതാണ്. അതുപോലെ ഓരോ ചാനലിൽ പോയി ഓരോ ഷോയ്ക്ക് പോകാറുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നോ പൂർണിമ. അത് ആ കാര്യത്തിൽ പൂർണിമ സമ്മതിച്ചേ നോക്കുള്ളൂ. ഒരു വിശ്രമമില്ലാതെ കൂടെയാണ്. രണ്ട് സൂപ്പർ വുമൺ. അതെ, ലൈഫില് അടിപൊളി. ശരി, അങ്ങനെയാണെങ്കിൽ അമ്മയെ പറ്റിയിട്ട് മകൻ പറഞ്ഞു. ഇനി ഈ മകനെ പറ്റിയിട്ട് അമ്മ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ? ഇതുപോലുള്ളൊരു മോനെ ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? കൊള്ളാം. അപ്പോൾ ഞാനെപ്പോഴും പറഞ്ഞതാ, ഞാൻ വലിയ ഈശ്വര വിശ്വാസിയാണ്. അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കൊരു വലിയ ദുഃഖം തന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഞാൻ കരകയറി ഇങ്ങനെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി മക്കളുടെ ഒരു ബലമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തള്ളേ ഒരു മകനെ കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ ഇവിടെ കേട്ടത് കണ്ണ് അറിയാ. തള്ളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ എന്നാ പറഞ്ഞ അവൻ തല തീർച്ചവനാണല്ലേ? ഞാൻ മറച്ചാങ്ങോട് ആ അമ്മ പറഞ്ഞാലും കാര്യമില്ല. 9 മണി കഴിഞ്ഞ് മൂക്കറ്റം വെള്ളം അടിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അമ്മ സമ്മതിച്ചോളാം. അവന്റെ പോക്കറ്റിൽ എപ്പോ നോക്കിയാലും മിച്ചറും കടലയാ. ഏത് സമയത്തും ടച്ചിങ്സ് കിട്ടൂല്ലോ. സാധനം എപ്പോണെങ്കിലും കിട്ടും. മല്ലിക ചേച്ചിയെ സംബന്ധിച്ചിടത്തോളേ അയൺ ലേഡി എന്ന് പറയണം. കാരണം ലൈക്ക് ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ അച്ഛൻ മരിക്കണു, സുകുമാരൻ സാറ് മരിക്കണു. അതിനുശേഷം ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ ത്രൂ ഔട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫിൽ അത്രയും സ്ട്രോങ് ആയിട്ട് പൊരുതി. അതിനു മുമ്പും ലൈഫിൽ ഒരുപാട് ലൈക്ക് ചേച്ചിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നോട്ടിങ്ങനെ നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പൊ? എന്താ അല്ല, ഞാൻ ഒറ്റ കാര്യം എല്ലാ പെൺകുട്ടികളും പറയാറുണ്ട്, യു ഷുഡ് നെവർ ഗിവ് അപ്പ്. എന്തെങ്കിലും ഒരു നിരാശ വന്നു അല്ലെങ്കിൽ നമ്മൾ ഉടനെ കുറേ നാട്ടുകാർ വല്ലതും പറഞ്ഞു, ഇതൊന്നും കേട്ടിട്ടൊന്നും നമ്മൾ തളരരുത്. കാരണം നമുക്കൊരു വിൽ പവർ വേണം. പറയുന്നവർ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഇതെല്ലാം പറയും, ട്രോളെന്ന് പറയും, അല്ലാത്തവരെ പറയും, അതൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ അറിയാവുന്നവർക്കറിയാം. നമ്മളായിട്ടൊക്കെ ജീവിക്കുക, നല്ല അന്തസ്സായിട്ട് നമ്മുടെ പ്രവർത്തികൾ സത്യസന്ധമായിട്ട് സത്യം പറയുക, സത്യസന്ധമായിട്ട് പ്രവർത്തികൾ ചെയ്യുക, കഴിയുന്നതും നന്മ ചെയ്യാൻ ശ്രമിക്കുക, തിന്മകൾ ഒരുപാട് ചെയ്യാതെ. അപ്പം തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ടാവും. നെവർ ഗിവ് അപ്പ്, ട്രൈ ഹാർഡ്. നമുക്കുള്ള ഒരു വാതിൽ അവിടെ തുറന്നിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ഇത്രേ ഉള്ളൂ. രാജുവിനെ പറ്റി, പൃഥ്വിരാജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പൃഥ്വിരാജ് പ്രേക്ഷകർക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ല, തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. മുമ്പൊക്കെ എല്ലാവരും പറയുന്നത് രാജു മിണ്ടത്തില്ല, എടുക്കത്തില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതെന്താണെന്നറിയാമോ, ഇപ്പോൾ രാജുവിനെ വരുന്നിടം വരെ ഇന്ദ്രനായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ കുസൃതി. എന്തൊരു മാറ്റമായിരുന്നു രാജു വന്നതിന് ശേഷം. ഇവരൊരു കളിപ്പാട്ടം കിട്ടിയതുപോലെ ആയിപ്പോയി രാജു വന്നപ്പോൾ. അപ്പോൾ എന്നെ സുഖമുണ്ടെ അവനെ വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല. അയ്യോ കഷ്ടമുണ്ടമ്മേ പാപ, അയ്യോ കുഞ്ഞ്, ഞാൻ നീയോ എനിക്ക് 3 വയസ്സേ ഉള്ളൂ. അവന് കുഞ്ഞെന്ന് പറഞ്ഞിടത്ത് ഇവനാണ്ട് വലിയ കളവനായിരുന്നു. 3-4 വയസ്സുള്ളപ്പോൾ അതിൽ രാജുവിനെ ഒരാൾ വഴക്ക് പറയാൻ സമ്മതിക്കുകയില്ല, അവനെ കരയിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു ചേട്ടച്ചാരെന്നുള്ളൊരു, അതെനിക്കൊന്നും എല്ലാവരും അങ്ങനെ ആയിരിക്കും തോന്നുന്നു, കുഞ്ഞുങ്ങളെല്ലാവരും. ഇപ്പം തന്നെ അവിടെ തന്നെ പ്രാർത്ഥന ഏറ്റവും ലാളിക്കുന്നത് നക്ഷത്രയാണ്. അപ്പോൾ ചേട്ടത്തി എന്നുള്ള ഒരു സ്ഥാനം വരികയല്ലേ. പൃഥ്വിരാജ് അങ്ങനെ എല്ലാവരുടെയും കൊഞ്ചലുകൾ ഏറ്റുവാങ്ങിച്ച് വളർന്ന ഒരാളാണ്. പക്ഷേ അത് പിന്നെ ഇപ്പം അങ്ങ് മാറി. ഇപ്പോൾ അയാൾ വളരെ സീരിയസ് ആയി. ജോലിയിൽ ഭയങ്കര ഒരു ഈ പറഞ്ഞതിൻ്റെ ഒട്ട ഭയങ്കര പ്രൊഫഷണലാണ്. കാരണം ഇപ്പം തന്നെ ഡയറക്ടറായാൽ പിന്നെ നമുക്കാർക്കും ഫോണിൽ പോലും കിട്ടത്തില്ല. മൊത്തം അതിനകത്ത് മുങ്ങിക്കിടക്കുക. പൊക്കി എടുത്തെങ്കിലേ ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ വരുന്ന വഴിയിൽ കളഞ്ഞു കിട്ടിയ, അതും വീട്ടിൽ നിന്ന് ഞങ്ങൾ പൊക്കിയ ഒരു ഫോട്ടോ ദോ വരുന്നു അവിടെ. അമ്മ തന്നെ പറയൂ, എന്താ മല്ലികാമ്മേ മനസ്സിലോട് ഓടിപ്പോയ കാര്യങ്ങള്? സുഹോട്ടന്റെ മടിയിലിരിക്കുന്ന 2 പേരും, അത് ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന ഇതാണ് അദ്ദേഹത്തിന്റെ. കുളിച്ചു, ഒരു കൈലി എടുത്തെടുത്തു, 2 കൂടെ എടുത്ത് മടി വയ്ക്കും. കുറച്ച് നേരത്തേക്ക് അപ്പൊ എനിക്ക് നല്ല സ്വസ്ഥതയുണ്ട്. ചേട്ടൻ നോക്കിക്കോളൂ അല്ലേ? അത്രയും മതി. ഇത്രയും ഒരു 10 മിനിറ്റ് ഇരുത്തിയാൽ മതി. അപ്പൊ അച്ഛൻ നല്ലതാന്ന് പറയും. നമ്മൾ 20 മണിക്കൂർ നോക്കിയാൽ നമ്മള് മോശക്കാരിയാവും. അപ്പൊ അതോടുകൂടി
സുഖേട്ടന്റെ ആ ഒരു പ്രസൻസ് ഇവിടെ ഇപ്പൊ വന്ന പോലെ തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? അല്ല തീർച്ചയായിട്ടും അദ്ദേഹം വേണമായിരുന്നു ഇപ്പോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ അമ്മയെ പറഞ്ഞ് കരയിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരിക്കലുമില്ല. അല്ലല്ല അതല്ല കണ്ടപ്പോ തോന്നിയ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഓക്കെ, തോന്നുന്നു. നെക്സ്റ്റ് ഫോട്ടോ. ഓ സൂപ്പർ. അപ്പൊ ഇത്രയും ഒരു സുന്ദരിയായ അമ്മയും സുന്ദരനായ അച്ഛന്റെ മക്കൾ പിന്നെ ഇത്രയെങ്കിലും ഒക്കെ സൗന്ദര്യം വരണ്ടേ? ഇത് അച്ഛന്റെ ഒരു ക്യാരക്ടർ, ഈ ഒരു ഫുൾ ക്യാരക്ടർ ഈ ഒരു ഫോട്ടോയിലുണ്ട്. സത്യം. അച്ഛന്റെ ആ ഒരു കെയർലെസ്നെസ്, അച്ഛന്റെ ആ ഒരു സ്ട്രെങ്ത്, അച്ഛന്റെ ആ പ്രൊഫഷണലിസം. കാരണം അച്ഛൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്ഥിരം ഷൂട്ടിംഗ് പോകുന്നത് ഇങ്ങനെ അച്ഛനെ കെട്ടിയിരിക്കുന്ന വാച്ചില്ലേ, അതെന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ ഒരു ഇങ്ങനെ ലുങ്കി ഭയങ്കര ഇഷ്ടമായിരുന്നു. ലുങ്കി മുണ്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് മണ്ടന്മാർ ലണ്ടനിൽ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പം മുണ്ടെടുത്തോണ്ട് ലണ്ടനിലേക്ക് പോയി അവിടെ എല്ലാവരും ഉടുക്കരുത്, എല്ലാവരും കോട്ടൊക്കെ അച്ഛൻ മുണ്ട് കൊടുത്തു പോയി ഇറങ്ങി അവിടെ പോയി. അങ്ങനെയൊക്കെ പഴയ കഥകളൊക്കെ ഉണ്ട്. ശങ്കരാടി ചേട്ടനാണ് കാരണം. പക്ഷെ അവസാനം ശങ്കരാടി ചേട്ടൻ ബാൻഡ് ഇട്ടുണ്ടോ അപ്പൊ സുഖം പറഞ്ഞ് ഞാൻ മാറത്തില്ല, എന്തായാലും ഞാൻ മുണ്ടെടുത്തോണ്ട് പോകും പറഞ്ഞ് ഹീത്രൂല് വരെ മുണ്ടും ഹവായി ചെരുപ്പ് ഇടും. മറ്റേ ചെരുപ്പ് കൊടുത്താൽ ഇടത്തില്ല. ഒരു ഈസി വേ ഓഫ് അല്ലേ? അതെ അതെ. ശരി. യെസ്, അങ്ങനെ വീട്ടില് പുതുതായി ആ ഫോട്ടോ ഞാൻ ചേർത്തതാ സുഖേട്ടന്റെ. എഡിറ്റ് ചെയ്ത് അങ്ങനെ അച്ഛനെ ശരിക്കും ആഡ് ചെയ്തു. ഇത് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ എടുത്ത ഫോട്ടോ. അതെ അതെ, കല്യാണം അല്ല, സാക്ഷാൽ പ്രാർത്ഥന 3 മാസം വയറ്റിലുണ്ട്. അമ്മയുടെ മെമ്മറി. എൻ്റെ ഒരു ദൈവാധീനമോ അതോ സുഖേട്ടൻ തന്ന അനുഗ്രഹമോ ഏറ്റവും വലിയൊരു മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞാൽ 2 മക്കളും അവിടെ ഉണ്ട്. മതിയല്ലോ, ധാരാളം. അതും എൻ്റെ മരണം വരെ അങ്ങനെ പോണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. എനിക്ക് ഇനിയും കൂടുതലൊന്നും വേണ്ട. ഞാൻ ഹാപ്പിയാണ് അല്ലേ? നമ്മുടെ മല്ലികാമ്മയെ നമ്മളിതാ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് സ്വന്തം വീടാ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത്തവണ ഇരട്ടി മധുരാണ്. മകനോടൊപ്പം അമ്മയും ഈ വേദിയിലുണ്ട്. ഒരു വലിയ കൈഡി കൊടുക്കാം പ്ലീസ്. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം. സ്പോട്ടിലിട്ട പേരാണ് കേട്ടോ. തെരഞ്ഞെടുത്തോം എന്ന് പറഞ്ഞ പോലെ ഇട്ട പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം. ആൻഡ് ദാറ്റ് ഈസ് വിട്ടുപൊടി തൊട്ടുപൊടി. അസാധ്യമായ ഒരു നാമകരണം. ഭയങ്കരം ഭയങ്കരം. കണ്ടിട്ടോ ഞാൻ കയ്യാ ഇടാൻ നോക്കി, അവനെ കണ്ണാലൊക്കെ നിർത്തിയത്. ശരി, അപ്പൊ തൊട്ടുപൊടി വിട്ടുപൊടി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 3 പേര് വരും. വന്ന് നിന്നോളൂ. അപ്പോ ആ ടീമിലെ ഒരാൾ ഇവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ ടീമിൽ നിന്ന് 3 പേര് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഫ്രണ്ട് ഫേസിങ് ചെയ്യുന്ന 2 പേര് ഷോൾഡേഴ്സിൽ കൈ വെച്ചിട്ട് ലൈക്ക് നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അത് നിങ്ങൾ കൈ കൊണ്ടാണ് ലൈക്ക് ഏറ്റവും ആദ്യം ആ ഒരു ബോൾ പോലെ സങ്കല്പിച്ചിട്ട് നിങ്ങളത് പ്ലേസ് ചെയ്യണം, എടുക്കണം. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഹാൻഡ് ടു ഹാൻഡ് ആണ് നിങ്ങളിത് പാസ് ചെയ്യേണ്ടത്. പാസ് ചെയ്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് കോർട്ടിലേക്ക് ഇടണം. അങ്ങനെയാണ് ഗെയിം. അധികം കയ്യിൽ സ്റ്റേ ചെയ്യിപ്പിക്കരുത് ഈ ഒരു ബോൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വിട്ടുപൊടി നമ്മൾ തട്ടുപൊടി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. എന്തത് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഉടനെ ഇടല്ലേ? അവിടെ തിരിച്ചോട്. അല്ല, ഒരാളെ തടയാവുള്ളൂ. നിങ്ങൾ 4 പേരാണ് ഒരാളെ തടയണേ. വെരി ഗുഡ്. സുരക്ഷ കളിക്കണേ. ദൈവത്തോട് കൂട്ടിയിടിക്കരുത്. അനു, എന്നാ പറ്റിയത് നിനക്ക്? അയ്യോ, നീ ആരെടുത്താ നിൽക്കണം എന്നുള്ള ബോധമുണ്ടോ? നമുക്ക് ഡിഫൻഡർ ഇല്ലാണ്ടായി പോയി. യെസ്, അപ്പൊ 1 പോയിന്റ് ലൈക്ക് ഐഷുവിന്റെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ഗുഡ് ജോബ്. എന്നാടി വെപ്പോല് പോയോ? ഉമ്മ നോക്കണോ? എന്താ എനിക്കും വേണം. നമ്മള് തോറ്റേന് ശരി. അഭിനയ സിംഹമേ കളിക്കൂ. ഓക്കെ, റെഡി? യെസ്, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
എടുക്കാം അവിടെ എടുക്കാം വന്നില്ല ഇതെന്നെ കാണിക്കേ വീണ്ടും ഐഷു അതിന് വിട്ടുകൊടുക്ക നമ്മുടെ ടീമാ പിടിച്ചേക്കണേ ഇക്ലിയാക്കരുത് കേട്ടോ. അയ്യോ ഗോൾ 2 പോയിന്റ്സ്. 10 സെക്കൻഡിൽ കൂടുതൽ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഗോൾ ആവില്ല. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നൈസ്. അത് തന്നെ അതാണ് പാസിംഗ് അല്ല നിങ്ങൾ അവിടെ നിന്ന് മാറി കൊടുക്കണേ അല്ല എല്ലാവരും നിൽക്കാൻ പറ്റില്ല ഒരാള് അവിടുന്ന് മാറി കൊടുക്കണേ അവിടുന്ന് മാറി കൊടുക്കണം ആഹാ നീയാള് കൊള്ളാവലോട് നീ ഗൾഫുകാരിയാന്ന് പറഞ്ഞ അല്ല ഡയാന തന്നെയാണ് പറഞ്ഞത് ബോൾ പാസ് ചെയ്യണമെന്ന്. നീ എത്ര നേരം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു? എത്ര നേരം ഹോൾഡ് ചെയ്തു? ഡിഫറൻസ് പറഞ്ഞുതരാം. നേരത്തെ ഒരു ഗോളി അവിടെ ഉണ്ടായിരുന്നത്, ഇത് 3 പേര് ട്രെയിൻ ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അതാണ് പാനലിന്റെ ഫൈനൽ ഡിസിഷൻ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഗോൾ. 1 point to Diana and team. ഗോൾ പോസ്റ്റിന് മുന്നിൽ ഒരാളിൽ കൂടുതൽ നിൽക്കാൻ പാടുള്ളതല്ല. പാസ് ചെയ്ത് കളിക്കുക. കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 10 സെക്കൻഡിൽ കൂടുതൽ ബോൾ ഹോൾഡ് ചെയ്യാനും പാടില്ല. ഇപ്പൊ ശ്രീവിദ്യയുടെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-1 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഇതാണ് കളി കോച്ച്. 2-2. ഇപ്പൊ 2-2 നിൽക്കുകയാണ് കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യടി, ബോട്ടിലവിടെ വരാതെ. അത് തന്നെ ആ ഫ്രണ്ടിൽ നിന്ന് മാറി രണ്ടുപേര് എന്തിനാ രണ്ടുപേര് നിൽക്കണം അവിടെ ഡയാന ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. കാരണം 2 പേരാണ് ഗോൾ പോസ്റ്റ് മറഞ്ഞു നിന്നിരുന്നേട്ടാ. ഒരാൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇവര് ബാക്ക് പോയി നിക്കുക. അവര് അവിടെ വരും. തോറ്റിട്ട് മുഖം വലിച്ചിട്ട് അതൊന്നും പറയരുത്. അതൊന്നും എല്ലാ പ്രാവശ്യം ജയിക്കാൻ പറ്റുമോ? നോ പ്രോബ്ലം. കോച്ചിങ് ജയിക്കാൻ പറ്റാത്ത അങ്ങനെയാണെങ്കിൽ നമുക്ക് ബലൂൺ കാലുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഗെയിം വെക്കാം. അല്ല, പറഞ്ഞു തീർക്കാൻ സമയമില്ലല്ലോ ജയിച്ചു എന്നുള്ളത്. ഇനി ചേട്ടന്മാരും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റും. യെസ്. അപ്പോ ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിനുചേട്ടന്റെ ടീമാണ്. പക്ഷേ ഇവിടെ എല്ലാ ക്ലൈമാക്സ് ചേട്ടന്മാരുടെ ഗെയിമും കൂടെ കഴിയണം. ഉല്ലാസേട്ടന് വേണ്ടിട്ടേ പോസ്റ്റ് വലുതാക്കേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ഉല്ലാസേട്ടന് അവിടെ റൂം എടുത്ത് താമസിക്കാണെന്നല്ലേ അന്തറിഞ്ഞപ്പോലെ. ശരി, നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണേ. സോ ഏറ്റവും ആദ്യം ടീമും ഷിയാസും ആണ്. അതിന് ചോദിക്കുകയാണേ, ഇതെന്ത് ഈ കോട്ടിന്റെ സെന്ററിൽ തന്നെ 2 പോസ്റ്റ് എന്ന് തുടങ്ങുന്ന. ഓക്കെ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യോ പെൺകുട്ടികൾ അയ്യേ നിങ്ങൾക്കൊന്ന് കളിക്കാൻ ഇത് ശരിക്കും LKG കുട്ടികൾ കളിക്കണ പോലെ ഉണ്ട്. ബ്രില്യൻ മൂവ് നമ്മുടെ ഗേൾസിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ. അയ്യേ ശരി. അപ്പോ ഇപ്പൊ ഗോൾ അടിച്ചിട്ടുള്ളത് ഉല്ലാസന്റെ ടീമിൽ നജുംഷയാണ്. ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. യെസ്, റെഡി. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
Okay, again. Count down, please. 3, 2, 1. ഉല്ലാസ് പന്തളം ലീഡ് ചെയ്യുകയാണ്. ഉല്ലാസ് പന്തളത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം പുലികളി ടീം ലീഡ് ചെയ്യുന്നു. ക്യാപ്റ്റൻ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഗെയിമിന്റെ കാര്യത്തില്? എനിക്ക് ഒന്നുമില്ലല്ലോ, എല്ലാം വ്യക്തമല്ലേ? എല്ലാം okay. Clear അല്ലേ? ഇനി തെറ്റിക്കോ? ഇല്ല എനിക്ക് തെറ്റിക്കില്ല. ഇനി തെറ്റിക്കോ? ശരി, അതല്ല. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഓക്കെ, ഇതില് ബോള് കൺഫ്യൂഷൻ ആവൂലോ അപ്പൊ? ശരി, നിങ്ങളുടെ സ്വന്തം ബോൾ എടുത്ത് ഓടരുത്, താഴെയുള്ള ബോൾ എടുക്കണം. ഈ താഴെയുള്ള പന്ത് അവിടെ തന്നെ ഇരിക്കും. ഈ വയറ് കഴിഞ്ഞ് കുനിഞ്ഞാലേ സാധനം തട്ടാൻ പറ്റുള്ളൂ. അപ്പളേ 3 ബോളും 2 പോസ്റ്റും വെച്ചിട്ടുള്ള മത്സരം നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ദിനേഷ് ബോസ്റ്റിന്റെ അതാ അതിവാശിയേറിയ മാസ്മരിക പോരാട്ടം. അതാ ഉല്ലാസ് പന്തളത്തിന്റെ ദിനേഷ് ബോസ്റ്റിൻ കിഴങ്ങ് കടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഗോൾ പോസ്റ്റിന്റെ അവിടെ അതാ ഷിയാസ് കരി ഉല്ലാസ് പന്തളത്തിന്റെ കയ്യിൽ പന്ത് കിട്ടി. ഗോൾ പോസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ, ലൈക്ക് എല്ലാവരും കൂടെ. റീപ്ലേ ഒന്നുകൂടി കളിക്കണം. മൺഡേ മാർക്കറ്റും കിഴങ്ങ് ഗവേഷണ കേന്ദ്രവും തമ്മിലുള്ള അതിവാശിയേറിയ മത്സരമാണ്. ഉല്ലാസേട്ടൻ എന്തോന്ന് പ്രസവിക്കാൻ നിൽക്കുന്നത്? നേരുന്നില്ല അങ്ങോട്ട്. അനുവിന്റെ തക്കടി ടീമിന് ബാക്ക് തിരിഞ്ഞ് നിന്ന് പിണ്ടിട്ടെന്നെങ്കിലും പറയാം. നേരുന്നില്ലേ? ഉല്ലാസ് പന്തളത്തിന് അറഞ്ചം പുറഞ്ചം കൗണ്ടർ അടിക്കുകയാണ് അനുമോൾ. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. ജിയാസൊക്കെ തോറ്റിട്ട് വന്നു കഴിഞ്ഞാ അതാ ബിനീഷ് ബാസ്റ്റിൻ അതാ അതാ ജോബ് ഷാ. വെരി ഗുഡ് സോപ്പ. 3-1. ഗുഡ് ജോബ് അജൂബ് ഷാ. വീണ്ടും പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. 3-1. ഒരു കാര്യം പറഞ്ഞോട്ടെ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ടീമിലുള്ളവർക്ക് പാസ് ചെയ്യുന്നുണ്ട് ബോൾ. അത് ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കും? ശരി, ഇനി അപ്പം നമുക്ക് ലൈക്ക് ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാട്ടോ. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം, ഇവിടെ ഇറക്കിയോട്ടെ. പിന്നെന്താ. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഉല്ലാസ് പന്തളത്തിന്റെ കയ്യിൽ പന്ത് കിട്ടിയിരിക്കുകയാണ്. അതിമാരകമായ പാസ്. അജൂബ് ഷയുടെ അതിമാരകമായ പാസ്. ഉല്ലാസ് പന്തളത്തിന്റെ ഉല്ലാസ് പന്തളം പന്ത്. ദിനേഷ് ബാസ്റ്റിൻ ഉല്ലാസ് പന്തളം. ഓ സൂപ്പർ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കുടല് വെളിയിൽ വരും. കയ്യിലേക്ക് കിട്ടിയാലേ കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നീ എന്നാ പോറാടിയാ കാണിക്കാ. ഐഷു പതുക്കെ. നിന്റെ ഹാസ്യം. നമ്മളെ അനുമോൾ മാറ്. സൂപ്പർ ഡയന. ഡയാന സൂപ്പർ. ഡയാന അടിപൊളി. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പതുക്കെ. മാറിക്കണം. നിങ്ങൾ അവിടുന്ന് മാറിക്കണം. നിങ്ങൾ ഇത് കാണുക. എന്റെ പൊന്നെ, ഡയാന ബോൾ പാസ് ചെയ്യുന്നില്ല. അജൂബ് ഷാ കയ്യിൽ നിന്ന്
ഡയാന ബോൾ പാസ് ഒന്നുമില്ല ഡയാന. എന്റെ കൈയും തട്ടിപ്പറിക്കാൻ നോക്കിയാൽ പറ്റില്ല. കൈ കൊടുക്കാത്ത പിള്ളേരെ പോലെ. പിന്നെന്ത് ചെയ്യണം? ഇല്ല. ഒരു സെക്കൻഡ് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ തട്ടാം. അതെ ഇവിടെ കള്ളക്കളിയാട്ടോ. അതെ, ഇക്കിളി താങ്ങാൻ പറ്റുമോ? ഹലോ, ഇക്കിളി താങ്ങുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അനു താറാവിന്റെ കഴുത്തെ പിടിക്കണ അജുംഷയുടെ കഴുത്തെ പിടിച്ച് ചെക്കിക്കൊണ്ടിരിക്കുകയാണ് ബോള് പിടിക്കാൻ നേരത്ത്. ഓ എന്റെ അനു കഷ്ടം. ഇപ്പൊ ട്രിക്ക് പിടുത്തം കിട്ടിയല്ലോ. അവൻ അടുത്ത് വരണേ ഇക്കിളി കൂട്ടിയേക്കണം കേട്ടോ. പോയിന്റ് പിടിച്ചോ. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. അവൻ ബോള് നമ്മുടെ തന്നിട്ട് ഓടിക്കോളും. 2, 1. അയ്യോ പട്ടിക്ക്. അയ്യോ. ഇവരെ കൊന്നേനെ ഞാനിവിടെ ഓടിക്കില്ല കഴിച്ചാനേ. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ അയ്യോ അയ്യോ. വെരി ഗുഡ് ഐഷു. പൊളി ഐഷു, സൂപ്പർ. അനു, അവിടുത്തെ പ്ലേ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ പ്രദർശനം അടിപൊളിയായിരുന്നു. നല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? വേണ്ട. എല്ലാം ബ്രേക്കും ഇല്ലാത്തവർക്ക് എന്തിനാ ബ്രേക്ക്? ആർക്ക് വേണമെങ്കിലും മാറി മാറി കളിക്കാം. അഗൈൻ കൗണ്ട് ഡൗൺ പ്ലീസ്. ദൈവത്തെ ഓർത്ത് ഒറ്റ തട്ടിന് ഗോളാക്കല്ലേ അനു. എടി എവിടെ നോക്കിയാടി, എവിടെ നോക്കിയാ അത് ചെയ്യണേ? അമ്മ ദേ പൊന്നു മോളെ. അയ്യോ അയ്യോ അവളെ കൊല്ലടാ. അയ്യോ അയ്യടാ. അപഗോൾ. ഗോളല്ലേ? അതെങ്ങനെ ഗോളാവണേ? അല്ല, ഇതില് ബോൾ ഇട്ടെന്ന് പറഞ്ഞു. ഫൗള്. മൈക്കില്. അല്ല അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടൊരു ഗോളടി. മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ? പായങ്ങോട്ടെ മനുഷ്യ. ഇല്ലോ ഫണ്ണൊക്കെ എടുക്ക കേട്ടാ. ഇന്ന് ട്രോഫി കിട്ടൂല, നാളെ തരുള്ളൂ. ഉല്ലാസേട്ടാ മേണ ഇവിടുന്ന് ഇറങ്ങി പോയിരുന്നു, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നീ വന്നല്ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ആഫ്റ്റർ ഓൾ, ഇപ്പൊ ആ ഗോൾ പോസ്റ്റ് എടുത്തോണ്ട് പോയപ്പം ഈ ടീം മെമ്പേഴ്സും ഇത് കണ്ടോണ്ടിരിക്കുന്ന ഈ ക്രൂ മൊത്തം ചിരിക്കായിരുന്നു. ഇറ്റ്സ് എ ഫൺ. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഉല്ലാസന്റെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒന്നും മുള്ളാൻ പോയത് ഇപ്പൊ വരും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ആവട്ടെ. ശരി, കാരണം ഞങ്ങള് മൂത്രശങ്ക വിളിക്കാതാ. സാധിച്ചാ ശരി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അനു നന്നായിട്ട് കളിച്ചോ. നീ എന്നാ ബ്രാക്കാടി ബ്രാഗിയത്? ഇവിടുന്ന് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്ന് ഞാനത് കേട്ട് പേടിച്ചാ തിരിച്ചു വന്നേ. ഇവളാണ് സ്ഥിരം കൂടോത്രമുള്ള സകല മൂർത്തികൾ ഇവരുടെ വീട്ടിലുണ്ട്. ഷോൾഡറിൽ പിടിക്കൂ. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യടപ്പ ചെല്ല്. അയ്യോ സൂപ്പർ ടീം, അടിപൊളി. ഇത് ഇച്ചിരി നേരം ഞാൻ കൈ പിടിക്കും. ഇത്ര നേരം കളിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ കയ്യിൽ കിട്ടില്ല. ശരി, ഓക്കെ, ശരി. ഫൈനൽ റിസൾട്ട്സ് നമ്മൾ പറയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തില് ഈ 7 ഇയേഴ്സിൽ ഒരു ഗെയിം ഇവിടെ ടീം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. പക്ഷെ ഇവര് പറയാ നമ്മൾ നിർത്താന്ന് പറയുമ്പോഴും ഇനിയും കളിക്കണം. അവരെല്ലാം പറയണം ഒരു തോറ്റോണ്ട്. പക്ഷേ ഗെയിം നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തിക്കുകയാണ്. ഇനിയും റൗണ്ട്സ് ചോദിക്കണു 2 ടീമും. ബട്ട് വി ആർ ക്ലോസിംഗ് ഇയർ. ടോട്ടൽ പോയിന്റ്സ് നോക്കുമ്പോൾ 3 പോയിന്റ്സോട് കൂടി നമ്മുടെ ഉല്ലാസ് പന്തലാം ടീം ജയിച്ചിരിക്കുകയാണ്. വിത്ത് ഓൾ ടോട്ടൽ 3-1.
മാച്ച് ആയിട്ട് നമ്മൾ ഇതാ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ഡയാന ഹബീബ്. തുന്നമ്പാടി നാണം കെട്ടുന്നപ്പോ അവളുടെ വിജയം അവൾ ആഘോഷിച്ചോ? അല്ല, അത് നിങ്ങൾക്കും കൂടെ സൈഡ് വാരം, നിങ്ങളുടെ ടീമിലാണല്ലോ, നിങ്ങൾക്കും കൂടെ അഭിമാനിക്കാം, ചമ്മല് മാറ്റാം. 4 മണിക്കൂർ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുകയും ഫുട്ബോൾ ഞാൻ എന്നും കളിക്കും, ഞാൻ അതിന്റെ വലിയ തലവനെന്ന് പറയുന്ന ഒരാളുണ്ട്. പൊങ്ങച്ചൻ പറയണ ഇരിക്കുന്നു, ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട്, ഒരു ഗുണമില്ല. ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട്, ഒരു ഗുണമില്ലാന്ന് പറഞ്ഞപ്പോ അവനെ പറ്റി വലുത് പറഞ്ഞാൽ ന്യൂസ് അറിയോ? നിങ്ങൾ വിശ്വസിക്കോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സ്റ്റേറ്റ് ഫുട്ബോൾ പ്ലെയർ ഇവിടെ ഉണ്ട്, ഷിയാസ് കരീം. അതന്നെ, അതും ഫസ്റ്റ് ആണോ? ഫുട്ബോൾ കളിക്കുമ്പോ അവിടെ എതിർ ടീമിൽ ആർക്കും എന്ത് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറ്റിക്കഴിഞ്ഞാലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം അല്ല, ഇത് അവിടെ ഒരു വാശിയാണ്. അവരെ നമ്മൾ ഫുട്ബോൾ കളിക്കണ കാലം കൊണ്ട് ഇവിടെ കൈ കൊണ്ടല്ലേ കളിച്ചത്. ഹാൻഡ്ബോൾ ഞാൻ കളിക്കും. ഒരു സെക്കൻഡ്, അന്ന ചാക്കോനെ ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗെയിം വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. അവളെ മറ്റേ പാരച്ചൂട്ട് വിടുമ്പോൾ വിട്ടെന്ന് പറഞ്ഞോ. എനിക്ക് വാശിയാണ്. ഞാൻ സ്പോർട്സ് മാൻമാരെല്ലാം എന്നോട് നോക്കി കളിക്കണേടാന്ന്. അതെ, നോക്കി കളിക്കുന്നത്. ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കളിച്ചേ 6 മാസം അതെ. ഇതിനു മുമ്പ് ഒരു ഗെയിം കളിച്ചിട്ട് അന്ന ചാക്കോനെ ഇങ്ങനെ ഒരു ചൂണ്ടുവരലിലെ ഷിയാസ് ഇങ്ങനെ എടുത്തിങ്ങനെ എറിഞ്ഞു. അതിനാണ് ഷിയാസ് വീട്ടിൽ 6 മാസം റെസ്റ്റ് എടുത്തത്. വീടിന്റെ അകത്തായിരുന്നു ഷിയാസ്. ഇപ്പോഴാണ് പുറത്തേക്ക് പരവുള്ളൂ. സത്യമായിട്ടും ഗുഡ്. ഷിയാസിന് യൂഷ്വലി ഗെയിം കളിക്കുമ്പോൾ ഒരു ബാധ വന്നിട്ട് ആകെ ഒരു വാശിയും വൈരാഗ്യമായിരിക്കും. ഇങ്ങനെ ഒതുങ്ങി കളിച്ചാൽ മതി. എനിക്ക് വേറൊന്നല്ല, എന്റെ ശരീരത്ത് വന്ന് ഇവിടെ ആരും തട്ടിയാലും അവർക്ക് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര കുറ്റബോധമായിരിക്കും. അന്നത്തേന് ശേഷം അത് സത്യം. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല, ആ ഗെയിമിന്റെ സ്പിരിറ്റ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. അല്ലാതെ നമ്മളൊരു വ്യക്തിയെ ഇവിടെ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പരിക്കേൽപ്പിക്കുന്ന നമ്മൾ ചെയ്യണമല്ല. ആ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് എന്റെ പൊന്നെ എന്തിനാ വെറുതെ ഷിയാസ് കളിച്ച് ചേട്ടാ സ്റ്റാർ മാജിക്കില് ഒരു ക്രിക്കറ്റർ വന്നിട്ടുള്ളത് കൊണ്ട് ആധുനിക തലത്തിലേക്കല്ല, അത്യാധുനിക തലത്തിലേക്കും അല്ല, സ്റ്റാർ മാജിക്കിന്റെ കുഞ്ഞിപ്പിള്ളേരുടെ വേർഷൻ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിമലി കുഞ്ഞു പിള്ളേരുടെ, അതായത് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങണം എന്നർത്ഥം. പ്രായം കൊണ്ട് ഏറ്റവും LKG നിങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് അടിപിള്ളച്ച സിക്സർ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗെയിമിന്റെ ഒരു ഭയങ്കരം ക്ലാസ് അല്ലേ? മാസ് വരാനിരിക്കുന്ന എമ്പുരാനെ പോലെ. ബാക്കി പോരട്ടെ. കാണാൻ നല്ല സ്റ്റൈലൊക്കെ. പ്രത്യേക ക്വസ്റ്റ്യൻ ചെയ്തതോ ഇങ്ങനാണോ? എന്താന്നറിയില്ല, ഈ ഷോയില് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും തൊലിക്കെട്ടി ഇത്തിരി കൂടുതലാ. ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. ദയവ് ഇത് ഹൈ ലെവലിലേക്ക് പോകരുത്, ലോ ലെവൽ അത്ര ചിന്തിക്കാൻ പാടുള്ള ഒരു ഗെയിം. ഇത്രയേ ഉള്ളൂ. ബാറ്റിംഗ് പൊസിഷനിൽ നിന്നതിന് ശേഷം ഇത് തട്ടിയതിനു ശേഷം ഇത് കറക്റ്റ് എയിം ചെയ്ത് ഈ റിങ്ങിന്റെ ഉള്ളിൽ വീഴണം. ആദ്യത്തെ സപ്പോസ് എനിക്ക് എന്തായാലും തട്ടി വീഴില്ല, ഇങ്ങനെ വീണു എന്ന് വിചാരിക്കുക. വീണ്ടും അടുത്ത് തട്ടിയിട്ട് ഇതുപോലെ തന്നെ കുരുങ്ങി രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. അങ്ങനെയില്ല, രണ്ടും ഇതിൻ്റെ ഉള്ളിൽ വന്ന് വീണാൽ മതി. ഇതാണ് പോയിന്റ് എന്ന് പറയണേ. ഇങ്ങനെ വേണം. ഇതാണ് ഞങ്ങളുടെ അടിപിള്ളച്ച സിക്സർ. സൂപ്പർ. ഇൻ കേസ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ വീണ്ടും 2 എണ്ണം വീഴുന്നത് വരെ നിങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും അധികം ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. അതായിരിക്കും നമ്മുടെ പിള്ളേച്ചൻ. സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ ഗെയിം ഏറ്റവും ആദ്യം ഐശ്വര്യമായിട്ട് നമ്മൾ പറയില്ലേ ഗണപതിക്ക് വെച്ചിട്ട് തുടങ്ങാന്ന്, അതുപോലെ എല്ലാവരും അനുഗ്രഹിക്കേണ്ടതും ഇത് ഓപ്പൺ ചെയ്യേണ്ടതും ഇന്ദ്രേട്ടനാണ്. പ്ലീസ്. ക്രിക്കറ്റായിട്ട് പരിചയമുള്ള ഒരാൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി ഒരാളും കൂടെ ക്രിക്കറ്റായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരാളും കൂടെ, മിസ്റ്റർ ബിനു അടിമാലി. വരൂ. പുള്ളി വയറിലൊരു ഫുട്ബോളും അതിലൊരു ക്രിക്കറ്റ് ബാറ്റും. നോക്കട്ടെ, ഒന്ന് ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? സ്വന്തമായിട്ട് പറഞ്ഞതാ? അതെ. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിനുചേട്ടൻ ഇവിടെ ഉണ്ട് ആൻഡ് ദ ക്യാപ്റ്റൻ ഇറ്റ്സെൽഫ് ഇവിടെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണല്ലേ? ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറയാം.
ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കലാകാരൻ താരമാണ്. ആ. അതുകൊണ്ട് ആ. ഇദ്ദേഹത്തെ ഞാൻ കളിച്ച് തോൽപ്പിക്കില്ല. ആ. കളിക്കാൻ അറിയാമല്ല. അറിയാം. അതായത് നമ്മൾ ചെയ്യണം. എനിക്കും വലിയ പരിചിതമായ ക്രിക്കറ്റ് അല്ല ഇത് ആക്ച്വലി. ഇതാദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ഒരു ടാർഗറ്റുള്ള ക്രിക്കറ്റ്. So, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. എടാ പിള്ളേച്ച അടി സിക്സർ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. സിക്സ് ഓ അടിമാലിട്ടു. എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ തെളിയിച്ചു, തോറ്റു കൊടുത്തു. ശരി, ഇനി കളിക്കാൻ പോകുന്നവർക്ക് വേണ്ടിട്ട് ഈ ക്രിക്കറ്റിന്റെ ബാലപാഠം എന്താന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഹരി ശ്രീ ഗണപതായേ നമ. ഈ ഒരു ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ എനിക്കറിയില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ക്രിക്കറ്റ്. അതെ, ബാലപാഠങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇതിവിടെ ബോളിംഗ് ഇല്ലല്ലോ, നമുക്ക് ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് നോക്കി ബാറ്റ് നോക്കി പതുക്കെ തട്ട. ക്രിക്കറ്റിന്റെ ടെക്നിക്സ് ഒന്നും ഇവിടെ പ്രയോഗിക്കാൻ നിൽക്കണ്ട, അതൊന്നും വർക്കാവില്ല. അടിയിൽ ഇങ്ങനെ കോരി എടുത്തിടാൻ നോക്കും. നിങ്ങളുടെ ടീമിൽ നിന്ന് മറ്റൊരു ബോള് തട്ടാൻ വിളിക്കുകയാണ്. അനുമോൾ. എങ്ങനെ കളിക്കണ അതല്ല സാധനം, അതല്ല കൊച്ചു കാണിച്ചു തരും. ക്രിക്കറ്റ് ബാറ്റ് അത്ര ബാറ്റ് ചെയ്യാൻ പോകും. കൊച്ചു കാണിച്ചു തരും. പക്ഷെ അവിടെ നിന്ന് മാറി നിൽക്ക്. ഫുട്ബോൾ എന്നോർത്ത് വയറ്റിലേക്ക് അടിക്കും. ദൈവമേ, അയ്യോ അനുഗ്രഹം. മതി കാലേ വാരി അടിക്കരുത്. അയ്യോ അടി. അത് സൂപ്പർ സിക്സ്. അനു നോക്കി ആ സൂപ്പർ കറക്റ്റ് ബോള്. മോളെ കണ്ണ് കാണുന്നില്ല, കണ്ണ് കാഴ്ചയില്ല. എട്ട് ചുറ്റി സാധനം ബടി പോലെ സംഭവം. ഇനിയിപ്പോ അതിന് തൂങ്ങി നിന്ന് ക്രിക്കറ്റ് കളിക്കാം. അടിച്ചോ. ഒന്നും നോക്കാം. ലെഫ്റ്റ് കണ്ണട കൊടുക്കും, കാഴ്ചയില്ല. വെള്ളം തേവുകയാണോ? അതൊരു ബൂം ചിക്കാവായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തതൊരു കാര്യം ചെയ്യാം. സുമയും ഷിയാസും കൂടെ കളിക്കട്ടെ. ഇത്രേട്ടാ അവിടെ പോയി ഇരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അറിയുന്ന ക്രിക്കറ്റ് കൂടെ. തേർഡ് അമ്പയർ അവിടെ കാണും. എന്തെങ്കിലും ഡിസിഷൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട്. All right. ലക്ഷ്മി, ക്രിക്കറ്റ് കളിയിൽ എന്നെ വെല്ലാൻ ഒരുപാട് പേരുണ്ട്. ഇയാളെ കൂടുതൽ ഡയലോഗ് അടിക്കാണ്ട് കളിക്കാൻ നോക്കണേ. നിങ്ങൾക്ക് 1 മിനിറ്റ് കളിക്കേ. ചുമ്മാ വന്ന് അടിക്കുക, സിക്സ് അടിക്കുക എന്നുള്ളതല്ല. അത് കൂടാതെ നമ്മള് ഇങ്ങനെ കാണിക്കണം. വെയിലടിക്കാതിരിക്കുന്ന സാധനം. അങ്ങനെ ആണെങ്കിൽ സൂര്യൻ മാറിപ്പോളൂ. റെഡി? ഓക്കെ, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. ഇവരെന്നെ ഉദ്ദേശിക്കണ പോലും. എന്നാ സുമേഷ എന്നടാ സുമേഷ എന്നെ ഇടപാടാ ഇത്. സുമേഷ എന്നെ സുമേഷ ഓ പിച്ചില് പറ്റ. പോയില്ലോ. കറക്റ്റ് അല്ല. ജസ്റ്റ് മിസ് അടികൂടെ. കൈ ഊരി പോവും.
പക്ഷെ ബോൾ എയറില് പോണം. ഷോർട്ട് പിച്ച് പറഞ്ഞ ആ സാധനം ആ സാധനം ഇട്ട് ആ ഷോർട്ട് പിച്ച്. നോ വേ. ജസ്റ്റ് മിസ്. അടിച്ച് കയറി വാ. സുമേട്ടോ അടിക്ക്. അടിച്ചിട്ട് മോനെ ഗ്യാപ്പില് കൊളുത്തിയില്ല അത് കൂട്ടാൻ പാടില്ല. ഇത് ജസ്റ്റ് മിസ്. കുഴപ്പമില്ല. അടിച്ചിടാങ്ങട്. ടീമേ മണ്ടൻ എന്നുള്ള പേര് മാറ്റി ബുദ്ധിമാൻ എന്ന് ആക്കണം. അമ്പയറോട് തേർഡ് അമ്പയർ രണ്ടും റിങ്ങിനകത്തോടെ തന്നെ പോയത്. അപ്പോ പോയിന്റ് ഇവിടേക്ക് കിട്ടുകയാണ് നമ്മുടെ ബിസ്കറ്റിന്റെ ടീമിലേക്ക്. ഗുഡ് ജോബ് സുമ ആൻഡ് ടീം. സുമയാണ് ഏറ്റവും കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്തിരുന്നത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ ഈ മ്യൂസിക് ഇട്ടപ്പോ ഇത് ചിയർ ഗേൾസ് ആണ് ഇവിടുത്തെ. ഇത് ചിയർ ഗേൾസ് അല്ല, ചെയർ ഗേൾസ്. അവിടെ മാത്രം ഒരിക്കലും ഒന്നും മിണ്ടൂല. അപ്പോ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. ഈ റൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം സുമയാണ് പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷിയാസ് കദീം ഒരു സൈഡില്, ഇപ്പുറത്ത് നമ്മുടെ ഉല്ലു. എന്താവും നമുക്ക് നോക്കാം. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടിയുന്ന കോരി ഫൗളാ ക്രിക്കറ്റ് കളിക്കുന്ന കളിക്ക് അല്ലെ അത് അങ്ങനെ അടിച്ചാൽ കേറില്ല. അടിയിന്ന് ഇങ്ങനെ അങ്ങനെ അടിക്കാൻ പറ്റില്ല. പേ രണ്ട് പന്ത് കൊടുത്ത് അടിക്കണം. ഇതിനും ഭേദം ഞാനായിരുന്നു നിൽക്കാം. ഷിയാസ് കഴിഞ്ഞ് വന്നിരിക്കും, പറ്റില്ല. നോക്കിക്കളി ഒന്ന് ആട്ടി വിട്ട് പുറകോട്ട് നിൽക്കുന്ന നല്ല കേറും. ഷിയാസ് ടെസ്റ്റ് കളിക്കല്ലേ? Very good. 1 point. പാകിസ്ഥാൻ ടീമിൽ നിന്ന് വസീം അക്രം നല്ല കയ്യിലെടുക്കാം. അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വസീം അക്രമാണിത്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ടീം വെസ്റ്റ് ഇൻഡീസ് ടീമിൽ നിന്നും ക്രിസ് ഗെയിൽ കളി കുറവാണ്. ഇപ്പൊ ഹൈറ്റ് മാത്രമേ ഉള്ളൂ.
എടാ അടിയിന്ന് കോരി എടുക്കുക. ചേട്ടാ അവിടെ പായ നെയ്യുവാണോ? യെസ് ഓ നോ ടൈം ഔട്ട് ആയി. ബട്ട് നോ പ്രോബ്ലം. 1 പോയിന്റ് ശരിക്കും ഉല്ലാസേട്ടന് കിട്ടാം. Okay, പക്ഷേ yes. അങ്ങനെ കൂട്ടണോ അതോ രണ്ടെണ്ണം? അല്ല, 1 പോയിന്റ് കൊടുക്കാം ഉല്ലാസ്. പാവം കുറച്ച് കഷ്ടം. 20 ഓവറിൽ ഒരു 6. ഓക്കെ, അപ്പൊ നേരത്തെ 1 പോയിന്റ് അങ്ങോട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സുമ ശരിക്കും 2 ബോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ 1 ബോളാണ് ഇട്ടിട്ടുള്ളത്. നോ പ്രോബ്ലം. 2-1 എന്നുള്ള 2-1. Yes. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു ഗെയിം നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോ ഇതിൽ എല്ലാവർക്കും ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് അറിയുന്നത് കൊണ്ടും ഈ ഗെയിം എല്ലാവർക്കും ഉന്നുള്ളതുകൊണ്ട് ഈ ഗെയിം നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് സുമ ആൻഡ് ടീം. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ അത്യുഗ്രൻ എപ്പിസോഡ് ഇതാ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം എന്ന് പറയട്ടോ. നമ്മളെ ഒരു ഈവന്റ് ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് നടത്തുമ്പോൾ കുറെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറേ സീക്വൻസസ് വരും. അതെന്നും വളരെ ക്ലോസ് ടു ഹാർട്ടായിരിക്കും. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സർ സ്റ്റാർ മാജിക് പവർഡ് ബൈ ഇന്ദ്രജിത്ത്. ബൈ.